ഇപ്പോഴേ നല്ല മഴയാണ്. നമ്മൾ പുഴയ്ക്ക് നിന്ന് മീൻ പിടിക്കാൻ വന്നതാണ്. ഇവിടെ രണ്ടാമത്തെ മീൻ പിടുത്താണ് മഴക്കാലത്തെ. രണ്ടാം മഴ വന്നു. ഇപ്പോൾ നമുക്ക് വരട്ടോക്കാം, മുണ്ടയച്ചേക്കട്ടെ. നമ്മുടെ ഇന്നാളത്തെ മാതിരി 3 ചാക്ക് വല കൊടുത്തുണ്ട് നമ്മൾ. ഈ 3 ചാക്ക് വിടുകയാണ്. എന്നാ വല കാണിച്ചു കൊടുത്താൽ കാണിട്ടണക്കാർ വല. നമ്മൾ ഇന്നാളത്തെ വല തന്നെയാണ്, പരൽ വല. ഇത് കുറുന്തല മെഴുകൊക്കെ കൊടുക്കുന്ന വലയാണ്. ഇതിട്ട് നോക്കാം നമുക്ക്. വലിയ വല നിർത്തോടുന്നില്ല അന്ന്. അപ്പോൾ നമുക്ക് ഇട്ടോക്കാം, വല ഇട്ടോക്കാം. അപ്പോൾ ട്യൂബൊക്കെ വന്ന് പുതിയത് വാങ്ങിയതാണ്. പഴയ ട്യൂബൊക്കെ പോയി. ഇന്നിപ്പോൾ 1000 രൂപ ചിലവാണ് ഈ ട്യൂബിന് മാത്രം. അയാളെ മീൻ കിട്ടുമോ എന്താ അറിയില്ല. ഇട്ടോക്കട്ടെ എന്നാ. എന്നും നമ്മൾ ആ സൈഡാണല്ലേ അയ്യോ മുള്ള കൂടെ പോകുന്ന ട്യൂബിൻ്റെ ട്യൂബ് കുറച്ച് വെട്ടം കൂടിയോ? അല്ല, കറക്റ്റാ. വേർക്കട്ടോ വല. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വല കെട്ടി കൊടുക്കട്ടെ. നമ്മളെ മഴക്കാലത്തെ രണ്ടാമത്തെ മീൻ പിടുത്ത പന്ന്. എടാ വല മാറിയടാ, മറ്റേ വല എടുക്ക്. ഈ പുല്ലിക്കൊട വാ. ഈ ഓറഞ്ചിൻ്റെ തന്നെ വേറെ വല ഉണ്ടാവില്ല, എടുക്ക്. ഈ ഓറഞ്ച് ബോളനായിട്ട് വേറെ വല ഉണ്ടാവും. ഓറഞ്ച് ബോളല്ലേ? ഇത് കുറച്ച് വലിയ എണ്ണയാ. ഇവിടെ പരലണിയുടെ കാര്യമുള്ളൂ. ഇവിടെ വെള്ള അവിടെ അങ്ങോട്ട് വരാൻ പറ്റും. പോട്ടെ, ഒരു മിനിറ്റ്. കിട്ടിയോ? അത് ഇവിടെ നിന്നല്ല, അവിടെ നിർത്തതാ. അങ്ങനെ വെച്ചോ. നാളത്തെ പിടുത്തങ്ങായിട്ട് വല നേരാക്കിയിട്ടില്ല. കുറച്ച് ചപ്പും കുപ്പൊക്കെ ഉണ്ട്. ക്യാമറ ഒക്കെ നമ്മൾ തലയിൽ വെച്ച് കൈകാര്യം ചെയ്യുകയാണ്. നമ്മുടെ ഒപ്പം വന്നൊരു കാര്യമില്ല. ഇനിയിപ്പോൾ ഒരു ചെറിയൊരു തോണി വാങ്ങണം, എന്നാലേ ഇപ്പം നമ്മുടെ ഒപ്പം വന്ന് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടി വരും. വല ഇടണതേ നമ്മളെ മുഴുവൻ കാണിക്കണില്ല. ഈ ഒരു വല ഇടണത് മാത്രം കാണിച്ചു തരാം. ബാക്കി പിന്നെ വല ഇട്ടത് എല്ലാ വലകളും കാണിക്കുകയാണെങ്കിൽ ആ വീഡിയോ ലെങ്ത് അധികമാവുള്ളൂ. വലക്കാകെ തിരിഞ്ഞിറക്കുകയാണ്. എന്താണ് വല ഇട്ടിട്ട് കഴിഞ്ഞാൽ നേരേക്കിട്ട് ചാക്കിൽ വെക്കണം, അല്ലെങ്കിൽ പിന്നെ ഇടുമ്പോൾ ആകെ ബുദ്ധിമുട്ടാവും. ഇപ്പം മഴക്കാലം കൊണ്ടേ വേറൊരു പരിപാടി നടക്കുന്നില്ല. നമ്മുടെ കുക്കിംഗ് പരിപാടികളൊന്നും നടക്കുന്നില്ല. വെറും മീൻപിടുത്തം മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. മീൻ കിട്ടുന്ന സീസണൊക്കെ കഴിയാറായി. കിട്ടുമോയെന്നറിയില്ല, നമുക്ക് ഇട്ടൊക്കെ എന്തായാലും.
വലയാണ്. 2 കഴിഞ്ഞപ്പോഴേക്കും 2-3 മണിക്കൂറോളം പിടിച്ചു. ഇനിയിപ്പോൾ ഇതും കൂടി ഇടാണ്ട് ഇതൊരു 1.5 മണിക്കൂർ പിടിക്കും. നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഞാൻ ഇട്ടിട്ട് വരാം. ഓട്ടെ. കുറച്ച് മീൻ നമുക്ക് വല ടപ്പ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആദ്യം കുറച്ച് എടുത്തന്നോ. പട്ട മീനേ കുറച്ച് എടുത്തന്നോ. അല്ലോ കണ്ടെടുത്താ നമുക്ക് വല ടപ്പ തന്നെ കുറച്ച് മീൻ കയറിയിട്ടുണ്ട്. ആ ഒരു 1/4 കിലോ മീൻ നമ്മൾ ഇട്ടപ്പോൾ വലട്ടപ്പോൾ തന്നെ ഒരു 1/4 കിലോ മീൻ കയറിയിട്ടുണ്ട്. ബാക്കിയുണ്ടോ ആരെ കുട്ടിയൊക്കെ ഉണ്ട്. ബാക്കി നമ്മൾ കുറച്ച് നേരം മുഴുവൻ എടുക്കുമ്പോൾ കാണിച്ചു തരാം. പുല്ല് കെട്ടിട്ടോ അല്ലെങ്കിൽ സുയിപ്പാണ് വെറുതല്ല മീൻ കയറാത്ത. വെള്ളം കുറച്ച് കമ്മിയാവുകൊണ്ട് നമുക്ക് ഈ വല ഫസ്റ്റത്തെ വല ഒന്ന് മാറ്റി ഇടണം. ഒഴുക്ക് കാരണം വല കുത്തിയിട്ട് വല വലിഞ്ഞിക്കാണ്ട് മീൻ കയറുന്നില്ല. ഒന്ന് മാറ്റി ഇടട്ടെ വല. അപ്പോൾ ക്ഷീണം പറ്റി നമ്മൾ പഴംപൊരി വാങ്ങി കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചൊക്കെ കഴിക്കട്ടെ. പഴംപൊരി എന്നത്തേന്ന് അറിയില്ല, നല്ല ബലമൊക്കെ ഉണ്ട്. രതീഷിൻ്റെ അളിയനാ. അപ്പം നമ്മൾ വലടക്കം ഇറങ്ങുകയാണ്. 4 മണിക്കൂറായിട്ടോ. അപ്പോഴേക്കും ട്യൂബ് പഞ്ചറായി. അപ്പോൾ വേഗം എടുക്കാൻ നോക്കട്ടെ വല. ബിജോ ട്യൂബ് എടുക്കണേ. വേടക്കെ നോക്കാം. വീടിൻ്റെ എടുക്കുക. പഞ്ചറല്ലേ? നോക്കാം ഉടനെ പഞ്ചറ്. അപ്പോഴേ കാറ്റ് വീടിൻ്റെ മുന്നേ വലടുക്കാൻ നോക്കട്ടെ. മീൻ പൊട്ടാനില്ലെങ്കിലും നമ്മളുള്ള മീൻ വെച്ച് കാണിച്ചു തരാം. ഇത് ചാക്കണ പറ്റിക്ക് അതിലൊന്നിന് ഓടാൻ വെള്ളം പറഞ്ഞിട്ട്. ഇന്നിപ്പോഴേ പരിപാടി ഭയങ്കര മോശമാണ്. നമ്മൾ പ്രതീക്ഷിച്ച മീനൊന്നുമില്ല. ഇന്നിപ്പോൾ വള്ളത്തിലാണ് ട്യൂബ് വാങ്ങിയ 1000 റുപ്യ വെറുതെ ആയി. അത്രേ ഇപ്പം ഉണ്ടായുള്ളൂ. ഇവിടെ കുറച്ച് മീൻ 2 കാണാണ്ട്. മീൻ കമ്മിയാണ്. കവടിയും പടിയും മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് മീനൊന്നും ഇവിടെ വല കയറിയില്ല. പക്ഷെ എന്നും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ. ചിലപ്പോൾ അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ അന്ത്യോളം മേക്കട്ടാലും ഒന്നും കിട്ടില്ല. കിട്ടിയോണ്ട് സമാധാനിക്കുക. അല്ലാതെ എന്താ. അതൊക്കെയാണ് മീന്. കണ്ടോ? മീൻ കുറവാണ്.
കണ്ടോ, അവിടെയും ഇവിടെയൊക്കെ ഓരോ മീനുകളൊക്കെ കയറിയിട്ടുണ്ട്, 2 3 വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ വല വേഗം എടുക്കാൻ നോക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഗോപ്രോയിൽ ചാർജും കഴിയും, ട്യൂബിലെ കാറ്റും കഴിയും. ചിലപ്പോൾ നമ്മുടെ അവസ്ഥ തന്നെയാണ്, 2 ദിവസം മെനക്കെട്ടാൻ ചിലപ്പോൾ ഒന്നും കിട്ടില്ല. മീനില്ല, നല്ല കമ്മിയാണ്. അതണ്ട, നല്ല കോല കയറിയാണോ, നല്ല കോല. ഒക്കെയാണ് മീനുകൾ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വലയിലെ മീനെ. കണ്ടോ, പടയിന് കണ്ടോ. അയ്യോ, നമ്മളെ ചൂണ്ടലെല്ലാം കയറിയാ. മോശമാണ് ബിജോ, മോശമാണ്. നാളത്തെ മീനൊന്നുമില്ല. ബമ്പം മോശം മോശം. കണ്ട ഓരോ മെഴുകിൻ്റെ വലിപ്പം കണ്ട. അങ്ങനത്തെ ഒരു 10 കയറിയാൽ മതി നമുക്ക് കൂട്ടാൻ വയ്ക്കാൻ.
നല്ല കൂരാൻ്റെ കുട്ടിയാണിത്. കണ്ടോ, ഇതാണ് മെഴുക്. മഴ കമ്മിയാണ്, അതുകൊണ്ട് മീനൊക്കെ കുറവാണ്. നല്ല മഴ പെയ്താലേ മീൻ കയറുള്ളൂ. കാര്യമായിട്ട് മീനൊന്നും കയറിയില്ല, മോശമാണ്. കണ്ടാ കയറുമ്പോൾ അങ്ങനെ കയറണം മീൻ, നല്ല സ്ഥലത്ത് ഇങ്ങനെ കയറണം. കണ്ടാ മീൻ കയറുമ്പോൾ അങ്ങനെ കയറണം. കല്ലിലെന്താ കുടുങ്ങിയല്ലോ വല, കല്ല് ചപ്പിലവിടെ കുടുങ്ങിയാണ്. നല്ലൊരു ആരൽ കയറിയുണ്ട്, ആരലിൻ്റെ കുട്ടി. അത് കാണാണ്ടാവുമെന്ന് വിചാരിക്കണു. അതാണ് ആരൽ. ഉഫ്, ഉള്ളുത്തി. ലാസ്റ്റ് കാലം നമ്മൾ മോശമാണ്. അപ്പോൾ നമ്മളെ പുഴയിൽ നിന്ന് വീട്ടിലെത്തിയാണോ. കാര്യമായിട്ട് മീനൊന്നുമില്ല. അപ്പോൾ ഉള്ളത് നമ്മൾ എടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അരലിൻ്റെ കുട്ടിയുണ്ടോ, നല്ല അടിപൊളി അരലിൻ്റെ കുട്ടിയാണ്. ഒരു കുറച്ചുകൂടി മീൻ എടുക്കാണ്ട് നമ്മൾ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോളേ നമ്മുടെ മീൻ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. മീൻ എടുത്തപ്പോഴേക്ക് ഇപ്പോൾ നാളത്തെ വീഡിയോ എടുത്ത പോലെ രാത്രിയായി. ഇന്ന് മീൻ എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് മീൻ കുറച്ച് കമ്മിയാണ് കിട്ടിയത്, എന്നാലും കുഴപ്പമില്ല. മീൻ കാണിച്ചു കൊടുത്താ. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. നല്ല അരല്, മെഴുക്, പരല് ഇതൊക്കെയാണ് ഇപ്പം ഇന്ന് കിട്ടിയത്. ഒന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ് അതൊക്കെ ചെയ്യാം. ഒന്നത്തെ പരിപാടി അതന്നെ ഉള്ളൂ.